നെക്സ്റ്റ് ടോപ്പിക്കാണ് ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ. എന്താണ് ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് നോക്കാം. The genetic structure of non-evolving population is described by Hardy-Weinberg law proposed by G.H. Hardy and W. Weinberg independently in 1908. അതായത് ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാർ G.H. ഹാർഡിയും W. വീൻബർഗ് എന്ന് പറയുന്ന രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഇൻ 1908 ഒരു നോൺ ഇവോൾവിങ് പോപ്പുലേഷനിൽ, അതായത് എവല്യൂഷൻ നടക്കാത്ത ഒരു പോപ്പുലേഷനിലെ ജീൻ സ്ട്രക്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ ജനിതക സ്ട്രക്ചറിനെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് എന്ത് ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നോൺ ഇവോൾവിങ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനിൽ ഇവല്യൂഷൻ നടന്നിട്ടില്ലാത്ത ഒരു പോപ്പുലേഷനിൽ അതിൻ്റെ ജനിതക സ്ട്രക്ചറിനെ കുറിച്ചാണ് ഇവർ ഈ പ്രിൻസിപ്പിളിൽ പറയുന്നത്. This principle states that in a large population, the gene frequency of various kinds of genes remain constant generation after generation. The principle states that in a large population, വലിയൊരു പോപ്പുലേഷനിൽ ജീനുകളുടെ ഫ്രീക്വൻസി ഓഫ് വേരിയസ് കൈൻഡ്സ് ഓഫ് പലതരം ജീനുകളുടെ ഫ്രീക്വൻസികൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു, ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ജീൻ ഫ്രീക്വൻസി എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ദാറ്റ് ഈസ് ദ ജീൻ പൂൾ റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. എന്താണ് ജീൻ പൂൾ എന്ന് പറഞ്ഞാൽ? അപ്പോൾ ഒരു പോപ്പുലേഷനിലെ ടോട്ടൽ ജീനുകളെയാണ് നമ്മൾ ജീൻ പൂൾ എന്ന് പറയുന്നത്. അതായത് ജീൻ പൂൾ ഈസ് ദ ടോട്ടൽ ജീൻ ആൻഡ് ദെയർ അലീൽസ് ഇൻ എ പോപ്പുലേഷൻ. ഇപ്പോൾ ഒരു ജീനിനെ നമ്മൾ എടുത്താൽ ആ ജീൻ ഒരു പോപ്പുലേഷനിലുള്ള മൊത്തം ജീനുകളും അവയുടെ അലീലുകളും കൂടെ മൊത്തത്തിൽ നമ്മൾ പറയുന്ന പേരാണ് ജീൻ പൂൾ എന്ന് പറയുന്നത്. ദിസ് ഇസ് കോൾഡ് ജനറ്റിക് ഇക്വിലിബ്രിയം. അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത്. അതായത് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം പറയുന്നത് ഒരു വലിയ പോപ്പുലേഷനിൽ ജീനുകളുടെ ഫ്രീക്വൻസി എന്ത് ചെയ്യുന്നു, ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, ഒരിക്കലും ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാറില്ല അല്ലേ? എവല്യൂഷൻ നടക്കുമ്പോൾ എപ്പോഴും ജീനുകളിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പം ഒരു നോൺ ഇവോൾവിങ് പോപ്പുലേഷനിൽ അത് ഇറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് എന്നാണ് ഇവർ പറയുന്നത്. എവല്യൂഷൻ നടന്നിട്ടില്ലാത്ത ഒരു പോപ്പുലേഷനിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇക്വിലിബ്രിയത്തിനെയാണ് ജനിതക ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇപ്പോൾ വാട്ട് ഈസ് ജീൻ പൂൾ എന്നാണ് പറയുന്നത്. ടോട്ടാലിറ്റി ഓഫ് ജീൻ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ? എ പോപ്പുലേഷൻ ഓഫ് 20 റോസ് ഫ്ലവേഴ്സ്, ഈച്ച് ഫ്ലവർ ഈസ് എ ജീൻ പൂൾ ആൻഡ് ദ ടോട്ടാലിറ്റി ഈസ് ദ ജീൻ പൂൾ ഓഫ് ദ പോപ്പുലേഷൻ. ഇവിടെ രണ്ട് തരം റോസുകളെ കാണിച്ചിട്ടുണ്ട്. റെഡ് റോസസും ഉണ്ട്, റോസ് കളറിലുള്ള റോസസും ഉണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് നോക്കിയാൽ ഈ ഓരോ ഫ്ലവേഴ്സിലുള്ള ജീനുകളെ നമ്മൾ എടുക്കുമ്പോൾ ഇത് 20 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ? അതിൽ 16 റെഡ് കളറും 4 വൈറ്റ് റോസ് കളറുമാണ് അല്ലേ? അതിപ്പോൾ ഇത് ഡോമിനൻ്റ് ജീനുകളും ഉണ്ട്, റെസസീവ് ജീനുകളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് കളർ കുറവ് വന്നത് അല്ലേ? അപ്പോൾ ഈ ഡോമിനൻ്റ് ജീനുകളും റെസസീവ് ജീനുകളും അവരുടെ അലീലുകളും എല്ലാം കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ ജീൻ പൂൾ, ദെയർ ടോട്ടാലിറ്റി ഈസ് ദ ജീൻ പൂൾ ഓഫ് എ പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിലെ മൊത്തം ജീനുകളെ ആണ് നമ്മൾ ജീൻ പൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ജീനുകളുടെ പോപ്പുലേഷനിലുള്ള ജീനുകളെയാണ് ഈ കാണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് 3 തരത്തിലുള്ള കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ളവരുണ്ട്, ഹെട്രോസൈഗസ് ആയിട്ട് ഡോമിനൻ്റ് ഫ്ലവേഴ്സ് റെഡ് ഉണ്ട്, ഹോമോസൈഗസ് റെസസീവ് ഉള്ള ഫ്ലവേഴ്സും ഉണ്ട് അല്ലേ? അപ്പോൾ ഡോമിനൻ്റ് ക്യാരക്ടേഴ്സിൽ എപ്പോഴും റെഡ്നെസ് ആണ് കാണുന്നത് അല്ലേ? ഇപ്പം നമ്മൾ ഒരു 2 അലിയിലാണ് എടുത്തേക്കുന്നത്, എയും ക്യാപിറ്റൽ എയും സ്മോൾ എയും അല്ലേ? ക്യാപിറ്റൽ എ വരുവാണെങ്കിൽ ആ ചെടികളെല്ലാം റെഡ് ഫ്ലവേഴ്സ് കൊടുക്കും അല്ലേ? ക്യാപിറ്റൽ എ സ്മോൾ എ ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ എ ഡോമിനേറ്റ് ഓവർ ദ അതർ അല്ലേ? അങ്ങനെ വരുമ്പോൾ ഈ ഫ്ലവേഴ്സും റെഡ് ആയിരിക്കും, പക്ഷെ അവരെങ്ങനെയായിരിക്കും? ഹെട്രോസൈഗസ് ആയിരിക്കും. ഇനി 2 അലീലുകളും റെസസീവായിട്ട് വരുവാണെങ്കിലാണ് റോസ് കളറിലുള്ള റോസുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ 3 തരത്തിലുള്ള അലീലുകൾ നമുക്ക് ഒരു പോപ്പുലേഷനിൽ കാണാം അല്ലേ? ഹോമോസൈഗസ് ഡോമിനൻ്റ് കാണാം, ഹെട്രോസൈഗസ് ഡോമിനൻ്റ് കാണാം, ഹോമോസൈഗസ് റെസസീവും കാണാം.
അപ്പോൾ ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയത്തിൽ ഇഫ് ദർ ആർ ഓൺലി 2 അലീൽസ് ഫോർ എ ട്രേറ്റ് ഇൻ എ പോപ്പുലേഷൻ, അതായത് ദെൻ ഇഫ് ദർ ആർ 2 അലീൽസ്, നമ്മളിപ്പോൾ ക്യാപിറ്റൽ എയും സ്മോൾ എ എന്ന് പറയുന്ന 2 അലീലുകളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അങ്ങനെ ആണെങ്കിൽ ആ ഒരു അലീലിൻ്റെ ഫ്രീക്വൻസിയെ, അതായത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന അലീലിൻ്റെ ഫ്രീക്വൻസിയെ നമുക്ക് പി എന്ന് വിളിക്കാം. അതുപോലെ സ്മോൾ അതായത് റെസസീവ് അലീലിൻ്റെ ഫ്രീക്വൻസിയെ നമ്മൾ ക്യൂ എന്ന് വിളിക്കും. അപ്പോൾ ഒരു പോപ്പുലേഷന് എത്രത്തോളം ഈ ഡോമിനൻ്റ് അലീലുണ്ട് എന്നുള്ളതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ പി എന്നും, എത്ര റെസസീവ് അലീലുണ്ടെന്നുള്ളത് റെപ്രസെൻ്റ് ചെയ്യാൻ ക്യൂ എന്നുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം എന്താണെന്ന് വെച്ചാൽ the frequency of dominant allele plus frequency of recessive allele is equal to 1 എന്ന്. അതായത് പി പ്ലസ് ക്യൂ ഈസ് ഇക്വൽ ടു 1 എന്നാണ് അവർ പറയുന്നത് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം. ഇനി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം റെഡ് ഈസ് ഡോമിനൻറ്റ് ടു പിങ്ക് അല്ലേ. അപ്പോൾ ഇവിടെ 3 തരം അലീലുകളുടെ കോമ്പിനേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് അല്ലേ. 20 ഫ്ലവേഴ്സാണ് നമ്മൾ പറഞ്ഞതിൽ. അതിൽ 10 ഫ്ലവേഴ്സ് എങ്ങനെയുള്ളതായിരുന്നു, ഡോമിനൻ്റ് ആണ്, ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. പിന്നെ ബാക്കി 6 ഫ്ലവേഴ്സാണ് ഹെട്രോസൈഗസ്, 4 ഫ്ലവേഴ്സ് ഹോമോസൈഗസ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ജീനുകളുടെ ഫ്രീക്വൻസി എടുത്താൽ എങ്ങനെ എഴുതാം, ടോട്ടൽ അലീലുകൾ നമ്മൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ദ ടോട്ടൽ നമ്പർ ഓഫ് അലീൽസ് എ ആൻഡ് സ്മോൾ എ അല്ലേ. എയും സ്മോൾ എയും കൂടെ ഒന്ന് കൂട്ടി നോക്കുമ്പോൾ മൊത്തത്തിൽ നമ്മൾ പറഞ്ഞ എത്ര ഉണ്ട്, 20 ഫ്ലവേഴ്സാണ് അല്ലേ. 20 ഫ്ലവേഴ്സിൽ ഈ 2 അലീലുകൾ വരുമ്പോൾ എത്ര വരും, ടോട്ടൽ എയും സ്മോൾ എയും കൂടി ചേർത്ത് എത്ര വരും, 40 വരും. അതായത് ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്ന ക്യാപിറ്റൽ എ എത്ര വരും, ഇവിടെ നമുക്കറിയാം 20 ഉണ്ട് അല്ലേ. 20 എണ്ണമാണ് വരുന്നത് അല്ലേ. 10 ഫ്ലവേഴ്സിൽ ഈ 2 എണ്ണം വീതം വരുമ്പോൾ 20 എണ്ണം. പിന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ 6 ഫ്ലവേഴ്സിൽ എത്ര ക്യാപിറ്റൽ എ ഉണ്ട്, 6 എണ്ണം വരും. അപ്പോൾ 20 പ്ലസ് ഈ 6 കൂടി ചേർക്കുമ്പോൾ 26 ക്യാപിറ്റൽ എ നമ്മൾ എണ്ണി നോക്കിയാൽ അറിയാൻ പറ്റും അല്ലേ. അതേസമയം സ്മോൾ എയുടെ എണ്ണം നോക്കിക്കേ എത്ര വരും, ഇവിടെ സ്മോൾ എ 6 എണ്ണം ഉണ്ട്, ഇവിടെ ക്യാപിറ്റൽ എ സ്മോൾ എ എത്ര ഉണ്ട്, 8 എണ്ണം ഉണ്ട് അല്ലേ. 8ഉം ഈ 6ഉം കൂടി 8ഉം 6ഉം അല്ലേ. 8ഉം 6ഉം വരുമ്പോൾ എത്ര വരും, 14 വരും അല്ലേ. അപ്പം നോക്കിയാൽ 40 എന്നുള്ളതിൽ ക്യാപിറ്റൽ എ 26 എണ്ണവും വരും, സ്മോൾ എ 14ഉം വരും. നമ്മളിവിടെ എണ്ണി നോക്കിക്കഴിയും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ദ ഫ്രീക്വൻസി ഓഫ് എ എന്ന് പറയുന്ന അലീലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ പി എന്നാണ് റെപ്രസെൻ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി എടുക്കുമ്പോൾ എങ്ങനെ കിട്ടും, 40ൽ 26 എണ്ണം എന്നാണ് പറയുന്നത് അല്ലേ. 40ൽ 26 എണ്ണം വരുമ്പോൾ എത്ര വരുന്നു, 0.65 എന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ സ്മോൾ എയുടെ ഫ്രീക്വൻസി എടുത്ത് നോക്കിയേ, ഫ്രീക്വൻസി ഓഫ് സ്മോൾ എ ഈക്വൽ നമ്മൾ ക്യൂ എന്നാണ് റെപ്രസെൻ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ക്യൂ വരുമ്പോൾ 40ൽ എത്ര എണ്ണമാണോ സ്മോൾ എ ഉള്ളത്, 14 ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നു, 0.35 എന്ന് പറയുന്നു. ഇനി ടോട്ടൽ അലീലിക് ഫ്രീക്വൻസി നമ്മൾ എടുത്താൽ പി പ്ലസ് ക്യൂ ഈക്വൽ 0.65 പ്ലസ് 0.35 ഈക്വൽ 1 എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഇൻ എ പോപ്പുലേഷൻ ദ സം ടോട്ടൽ ഓഫ് ദ അലീലിക് ഫ്രീക്വൻസി ഈസ് 1, അതായത് പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1. Individual frequencies, for example, can be named as P, Q, etc. In a diploid condition, ഇപ്പം നമ്മൾ അലീലുകൾ പറഞ്ഞപ്പോഴെല്ലാം അത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള രീതിയിലുള്ളതാണ് പറഞ്ഞത്. പക്ഷേ ഒരു ഡിപ്ലോയിഡ് കണ്ടീഷനിൽ P and Q represent the frequency of allele A and allele small a, that is P plus Q. നമ്മൾ P plus Q ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. 0.65 പ്ലസ് 0.35 ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു, 1 എന്ന് പറഞ്ഞു അല്ലേ. ഇനിയും ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ ഇത് നമുക്കറിയാം, പി പ്ലസ് ക്യൂ ഈക്വൽ 1 എന്നുള്ള രീതിയിൽ നമ്മൾ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ പറയുമ്പോൾ പി സ്ക്വയർഡ് പ്ലസ് ക്യൂ സ്ക്വയർഡ് അല്ലേ. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർഡ് എന്നുള്ള രീതിയിൽ എഴുതിയാൽ അതിൻ്റെ എക്സ്പാൻഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയർഡ് എന്ന് പറയുമ്പോൾ ഡിപ്ലോയിഡ് കണ്ടീഷനിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൻ്റെ ബൈനോമിയൽ എക്സ്പാൻഷനാണ് പി സ്ക്വയർഡ് പ്ലസ് 2pq പ്ലസ് ക്യൂ സ്ക്വയർഡ് എന്നറിയും. അപ്പോൾ ഇവർ ഹാർഡി വീൻബർഗ് പ്രിൻസിപ്പിൾ എന്ത് പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്, ഈ ഇക്വേഷനിൽ ഇതേപോലെ ഇട്ടാൽ അതും
എങ്ങനെയാകും എന്നാണ് പറഞ്ഞത്, ഈക്വൽ ടു 1 എന്നാണ്, കോൺസ്റ്റൻ്റ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എയുടെ ഫ്രീക്വൻസി നമ്മൾ ക്യാപിറ്റൽ എ എന്നാണ് പറഞ്ഞത് അല്ലേ. അതിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മൾ പി എങ്ങനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു, p² എന്ന് പറയുന്നു അല്ലേ. ഇനി ഹെട്രോസൈഗസ് ജീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എ സ്മോൾ എ എന്നുള്ളതിൻ്റെ ഫ്രീക്വൻസിയാണ് ക്യാപിറ്റൽ എയുടെ പിയും സ്മോൾ എയുടെ ക്യൂ ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും, 2pq എന്ന രീതിയിൽ എഴുതും. അതേസമയം സ്മോൾ എയുടെ ഫ്രീക്വൻസിയാണ് ക്യൂ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അതിനെ നമ്മൾ എങ്ങനെ എഴുതും, ഡിപ്ലോയിഡ് കണ്ടീഷനിൽ വരുമ്പോൾ q² എന്നാണ്. അപ്പോൾ ബൈനോമിയൽ ബൈനോമിയൽ ഇക്വേഷനിലെ എക്സ്പാൻഷനായിട്ട് നമ്മൾ എഴുതിയാലും p² + 2pq + q² = 1 എന്നാണ് അവർ പ്രൊപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നതെന്നാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ p+q എക്സ്പ്ലെയിൻ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ. ഇനി നമ്മൾ ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് ഡോമിനൻ്റ് അലീൽ ക്യാപിറ്റൽ എ ആണെങ്കിൽ നമ്മൾ 20 എണ്ണമാണുള്ള 20 ഫ്ലവേഴ്സ് ഉണ്ട്. 20 ഫ്ലവേഴ്സിൽ എങ്ങനെയായിരുന്നു ക്യാപിറ്റൽ എ എന്നുള്ളത് ഈ 20 ആണ്. 20ൽ എത്ര എണ്ണം ഉണ്ട്, നമുക്ക് 10 ഉണ്ട്, 10 ജോഡികളുണ്ട് അല്ലേ. അപ്പം 10/10 എന്ന് എഴുതുന്നു. ദാറ്റ് ഈസ് ഇക്വൽ ടു 0.5 എന്ന് വരുന്നു. ഇനി ഹെട്രോസൈഗസ് ഡോമിനൻ്റ് അലീൽ പറയുകയാണെങ്കിൽ ക്യാപിറ്റൽ എ സ്മോൾ എയുടെ ഫ്രീക്വൻസി പറയുകയാണെങ്കിൽ അത് എത്ര എണ്ണം ഉണ്ട്, 6 എണ്ണം ഉണ്ട് അല്ലേ. ഇവിടെയും 20 അലീലുകളുണ്ട്, അതിൽ എത്ര എണ്ണേ ഉള്ളൂ, 6 എണ്ണേ ഉള്ളൂ ഈ കണ്ടീഷനിലുള്ള അല്ലേ. ഇനി അടുത്ത നോക്കിക്കേ, 20 ഫ്ലവേഴ്സിൽ ഫ്രീക്വൻസി ഓഫ് ഹോമോസൈഗസ് റെസസീവ് അലീലുകൾ സ്മോൾ എ കോമ്പിനേഷനിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 എണ്ണത്തിൽ 4 എണ്ണമേ ഉള്ളൂ. അപ്പോൾ അത് ഈക്വൽ ടു 0.2 എന്ന് വരും. അപ്പോൾ p² എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, 0.65 അല്ലേ. 65 എന്ന് പറയുന്നതാണ് ഇത്, അതിൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ ഇത് കിട്ടും. 2pq എന്ന് പറയുമ്പോൾ 2 × 0.6 × 0.5, അതായത് പിയുടെ വാല്യൂ നമ്മളിവിടെ ഇട്ട് കൊടുക്കുന്നു. ഇനി q² എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതുന്നു അല്ലേ. അതായത് q 2 എണ്ണമാണ് അല്ലേ, 0.35 എന്നുള്ളത് ക്യൂയുടെ സ്ക്വയർ എഴുതുമ്പോൾ ഇത്രയും കിട്ടും. അപ്പോൾ p² + 2pq + q² = 1. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഈ കിട്ടിയിരിക്കുന്നതിൻ്റെ സ്ക്വയറുകളും എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ എങ്ങനെ കിട്ടുമെന്നാണ് പറയുന്നത്, 1 കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇതിൻ്റെ p+q = 1 ആണ്. അതുപോലെ തന്നെ p² + 2pq + q² 1 ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നോൺ എവല്യൂഷൻ നടക്കുന്ന ഒരു സ്ഥലത്ത്, എവല്യൂഷൻ നടക്കുന്ന ഒരു പോപ്പുലേഷനിൽ ഇതെപ്പോഴും എങ്ങനെയായിട്ട് നിൽക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. The frequency of allele of capital A individual in a population is simply p². നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ. Similarly, small a is q² of capital A and small a is നമ്മളെങ്ങനെ എഴുതും, 2pq. അപ്പോൾ p² q² എന്ന് എഴുതാൻ പറ്റത്തില്ലല്ലോ, അപ്പോൾ 2pq എന്ന് എഴുതും. ഹെൻസ് p² + 2pq + q² = 1. This is a binomial expansion of p + q the whole square. അപ്പോൾ ഇത് നമ്മൾ ഫ്രീക്വൻസി പറഞ്ഞേക്കാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്, വെൻ ഫ്രീക്വൻസി മെഷേർഡ്, ഈ ഫ്രീക്വൻസികൾ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം എക്സ്പെക്റ്റഡ് വാല്യൂ, നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂവിൽ നിന്ന് ഡിഫർ ചെയ്യുകയാണെങ്കിൽ ദ ഡിഫറൻസ് ഇൻഡിക്കേറ്റ് ദ എക്സ്റ്റെൻറ്റ് ഓഫ് എവല്യൂഷണറി ചേഞ്ച്. അതായത് p² + 2pq + q² = 1 എന്നാണ് പറഞ്ഞത് അല്ലേ. അല്ലെങ്കിൽ p+q = 1 എന്ന് പറയും. ഈ 1 എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന വാല്യൂവിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, ആ പോപ്പുലേഷനിൽ എവല്യൂഷൻ നടക്കുന്നു എന്നാണ് പറയുന്നത്. The change of frequency of allele in a population would then be due to evolution. അപ്പോൾ ഈ കോൺസ്റ്റൻ്റ് എന്നായിട്ട് നിൽക്കുന്ന സാധനം വേരി ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ പോപ്പുലേഷനിൽ എവല്യൂഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പിൾ പറയുന്നത്, ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്. അപ്പോൾ ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നതെന്ന് ചോദിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ഹാർഡി-വീൻബർഗ് പ്രിൻസിപ്പിൾ പറയുന്നത്, ഈ പ്രിൻസിപ്പിൾ നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. This principle states that in a large population, the gene frequency of various kinds of gene remain constant
ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നിൽക്കും, പക്ഷെ എന്ത് അതിനെ അഫക്റ്റ് ചെയ്യാതിരിക്കണം? അതിന് അഫക്റ്റ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ നമ്മൾ എവല്യൂഷണറി ഫാക്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ എവല്യൂഷൻ ഉണ്ടാക്കുന്ന ഘടകങ്ങൾ അതിനെ അഫക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരിക്കലും നിൽക്കാറില്ല. കാരണം എവല്യൂഷണറി ഫോഴ്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ആ എവല്യൂഷണറി ഫോഴ്സസ് നടക്കുമ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാറില്ല. പക്ഷേ ഇവർ ഹാർഡി വിൻബർഗിൻ്റെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇങ്ങനെയുള്ള എവല്യൂഷണറി ഫോഴ്സസ് ഒന്നുമില്ലെങ്കിൽ ദ പോപ്പുലേഷനിലെ ജീൻ ഫ്രീക്വൻസി റിമൈൻ കോൺസ്റ്റൻറ്റ്. ഈ പ്രിൻസിപ്പിളും പഠിച്ചു വെച്ചേക്കുക. ഈ എന്താണ് ഈ P+Q = 1 എന്നും P² + 2PQ + Q² = 1 എന്നും ഉള്ള കാര്യം എന്താണെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. അത് ഹാർഡി വിൻബർഗ് പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ അലീലിക് ഫ്രീക്വൻസികളെ വെച്ച് ചെയ്യുന്ന ഒരു ഇക്വേഷനാണ് ഇത്. അതെപ്പോഴും ഇറ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ്, ഇറ്റ് റിമെയിൻ 1. ഇനി വെൻ ദിസ് 1 ചേഞ്ചസ്, അതായത് ഈ വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ എവല്യൂഷൻ നടക്കും അല്ലെ നടന്നിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഹാർഡി വിൻബർഗ് ഇക്വിലിബ്രിയത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് നമ്മൾ അടുത്ത് പഠിക്കാനുള്ളത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വിൻബർഗ് ഇക്വിലിബ്രിയം? എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് നോക്കാം. ഇവിടെ 5 ഫാക്ടേഴ്സാണ് നമ്മൾ പറയുന്നത്. നമ്മളോട് പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഏതെങ്കിലും 2 ഫാക്ടേഴ്സ് എഴുതാൻ ചോദിക്കും, അല്ലെ 4 ഫാക്ടേഴ്സ് എഴുതാൻ ചോദിക്കും. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വിൻബർഗ് ഇക്വിലിബ്രിയം? ഒന്ന്, ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഈ 5 പോയിന്റ്സ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇത് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ എക്സ്പ്ലനേഷൻസ് ഒന്നും സാധാരണ ചോദിക്കാറില്ല. ഓൺലി ഫാക്ടേഴ്സ് എഴുതാൻ മാത്രമേ ചോദിക്കാറുള്ളൂ. ഒന്നാമത്തേതാണ് ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഓരോന്നായിട്ട് നോക്കാം. ജീൻ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മൈഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പോപ്പുലേഷനിൽ നിന്ന് വേറൊരു പോപ്പുലേഷനിലേക്ക് ഓരോ ജീവികൾ പോവുക. ഇപ്പോൾ ഇതൊരു ബീറ്റിൽസിൻ്റെ ഒരു പോപ്പുലേഷൻ, ഇത് വേറൊരു ബീറ്റിലിൻ്റെ പോപ്പുലേഷൻ അല്ലേ? ഈ കളറിലുള്ള ബീറ്റിൽ ഈ ഒരു പോപ്പുലേഷനിലേക്ക് വരിക. അപ്പോൾ ഇവിടുത്തെ ജീൻ ഫ്രീക്വൻസിയിൽ മാറ്റം ഉണ്ടാവും അല്ലേ? അപ്പോൾ അങ്ങനെ മാറുന്ന ഒരു ഫാക്ടറാണ് ജീൻ മൈഗ്രേഷൻ. ഇപ്പം നമുക്കറിയാം ബേർഡ്സ് അല്ലെ മനുഷ്യൻ്റെ കാര്യമാണെങ്കിലും നമുക്കറിയാം അല്ലേ? ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തേക്ക് ആളുകൾ പോകാറില്ലേ? വേറെ നാട്ടിൽ പോയി ജീവിക്കുന്നില്ലേ? അവിടെ പോയി സ്ഥിരം ജീവിക്കുന്ന ആൾക്കാരില്ലേ? അപ്പോൾ അവിടെ എല്ലാം എന്താ നടക്കുന്നത്? നമ്മൾ ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ ഇവിടെ ഉള്ള ജീനുകളുടെ പൂളിൽ നിന്നാണ് നമ്മൾ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ജീൻ മൈഗ്രേറ്റ് ചെയ്യുകയാണ് അല്ലേ? ഒരാളുടെ ശരീരത്തിൽ അല്ലെ ഒരു പോപ്പുലേഷനിലെ ജീനുകൾ മൊത്തമാണ് ഇവിടെ മൈഗ്രേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഒരു ജീവി വേറൊരു പോപ്പുലേഷനിലേക്ക് പോകുമ്പോൾ അവിടെ ജീൻ മൈഗ്രേഷൻ. ഇപ്പോൾ ബേർഡ്സ് ഒക്കെ പറന്ന് വേറെ മൈഗ്രേറ്ററി ബേർഡ്സിനെ കുറിച്ചൊക്കെ പറയത്തില്ലേ? ഒരു നാട്ടിൽ നിന്ന് വേറെ നാട്ടിൽ പോകുന്നു എന്നൊക്കെ പറയും. അതിനെയാണ് ജീൻ മൈഗ്രേഷൻ. ആ ജീവിയിലുള്ള ടോട്ടൽ ജീൻസ് ആണ് അവിടെ ശരിക്കും മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇനി വെൻ മൈഗ്രേഷൻ ഓഫ് എ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ടു അനദർ പ്ലേസ് ആൻഡ് ദ പോപ്പുലേഷൻ ഒക്കേഴ്സ്, place and population occurs, gene frequency changes in the original as well as the new population. അപ്പോൾ ജീൻ ഫ്രീക്വൻസി ഒരിടത്തുനിന്ന് വേറിടത്തേക്ക് പോകുമ്പോൾ ഒറിജിനൽ പോപ്പുലേഷനും വ്യത്യാസം വരും, പോകുന്ന പോപ്പുലേഷനിലും പുതിയ പോപ്പുലേഷനിലും ജീൻ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരും. അതാണ് ജീൻ മൈഗ്രേഷൻ. New genes or alleles are added to a new population and these are lost from the old population. There would be a gene flow in the gene migration happens multiple times. ഒരു പ്രാവശ്യം പോരുന്നു, 2 പ്രാവശ്യം പോരുന്നു, അങ്ങനെ ഓരോ പ്രാവശ്യം പോരുമ്പോഴും അവിടെ എന്തുണ്ടാവുന്നു എന്നാണ് പറഞ്ഞത്? ജീനുകളുടെ ഒഴുക്ക് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. മൈഗ്രേഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ജനറ്റിക് ഡ്രിഫ്റ്റ് ആണ്. ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? The random changes in the allelic frequencies occurring by chance in small population are called genetic drift. അപ്പം റാൻഡം ചേഞ്ചസ്, ആകസ്മികമായിട്ടുണ്ടാകുന്ന പോപ്പുലേഷനിൽ ആകസ്മികമായിട്ടുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു പോപ്പുലേഷനാണെന്ന് വിചാരിക്കും. ഇത് എല്ലാം ബീറ്റിൽസ് അല്ലെ പലതരം വണ്ടുകളുടെ ഒരു പോപ്പുലേഷനാണ് അല്ലേ? അപ്പോൾ അവിടെ ഗ്രീൻ കളർ ബീറ്റിലും ഉണ്ട്, ബ്രൗൺ കളറിലെ ബീറ്റിൽസും ഉണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു പക്ഷി വന്ന് അതിൻ്റെ ഒരു പ്രിഡേറ്ററി ബേർഡാണ്, ഇതിനെ പിടിച്ച് തിന്നുന്ന ബേർഡ്
ഏതിനെ മാത്രമേ പിടിച്ച് തിന്നുള്ളൂ എന്ന് വിചാരിക്കുക? പച്ച കളറിലെ ബീറ്റിലിനെ മാത്രമേ പിടിച്ച് തിന്നു, മറ്റേത് രക്ഷപ്പെട്ടു എന്ന് വെച്ചാൽ. അപ്പോൾ എന്ത് സംഭവിക്കും അവിടെ? ഇങ്ങനെ പച്ചയെ മാത്രം പിടിച്ച് തിന്നുമ്പോൾ പച്ചയുടെ പോപ്പുലേഷൻ കുറഞ്ഞു വരുന്നു അല്ലേ? അപ്പോൾ അവിടെ ഒരു അലീലുകളുടെ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരത്തില്ലേ? അപ്പോൾ അങ്ങനെ ബൈ ചാൻസ് എന്തെങ്കിലും ആകസ്മികമായിട്ട് ഇങ്ങനെ പ്രകൃതിയിൽ എന്തെങ്കിലും ഇതുപോലുള്ള മാറ്റങ്ങൾ വന്നാൽ ഏതെങ്കിലും ഒരു പോപ്പുലേഷൻ കുറഞ്ഞ് പോകാം. അപ്പോൾ അങ്ങനെ വരുന്ന ഫ്രീക്വൻസിയാണ് അങ്ങനെ വരുന്ന ചേഞ്ചുകളെയാണ് നമ്മൾ ജനറ്റിക് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. Sometimes the change in allelic frequency is so different in new sample of population and that become a different species. ചില സമയത്ത് ഇതുപോലെ ജനറ്റിക് ഡ്രിഫ്റ്റ് നടക്കുമ്പോൾ, ആകസ്മികമായിട്ട് ഒരെണ്ണം പോകുമ്പോൾ, അവ എന്ത് ചെയ്യുന്നു? വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറൊരു പോപ്പുലേഷനായിട്ട് മാറുന്നു. ഇപ്പം അതായത് ഈ ബീറ്റിൽസിൽ ഈ റെഡ് എന്ന് പറയുന്ന ഈ ഒരു ബീറ്റിൽ ഒരു ഐലൻഡിൽ ചെന്നപ്പെടുക. ഈ ബീറ്റിൽ ഇല്ലാത്ത ഒരു സ്ഥലത്താണ് ഇവർ പോയി അകപ്പെട്ടു പോകുന്നതെങ്കിൽ അവിടെ വെച്ച് അവരുടെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുകയും അവിടെ അവർ ഫ്ലറിഷ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫൗണ്ടേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഒറിജിനൽ പോപ്പുലേഷനിൽ നിന്ന് പോയി മറ്റൊരു സ്ഥലത്ത് പോയി കയറി അവിടെ അങ്ങ് പുതിയൊരു പോപ്പുലേഷൻ ആകുക. അങ്ങനെ ആവുന്നതിനെയാണ് നമ്മൾ അങ്ങനെ ആകുമ്പോൾ ആ പുതിയ ന്യൂ പോപ്പുലേഷനെ പറയുന്ന പേരാണ് ഫൗണ്ടർ എന്ന് പറയും. ആൻഡ് ദ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ ഈസ് ഇങ്ങനെ പോയി പുതിയൊരു പോപ്പുലേഷൻ ആകുന്നതിനെ പറഞ്ഞാൽ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയും. സംടൈംസ് ദ ചേഞ്ച് ഇൻ അലീലിക് ഫ്രീക്വൻസി ഈസ് സോ ഡിഫറെൻറ്റ് ഇൻ ന്യൂ സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ ദാറ്റ് ദേ ബിക്കം എ ഡിഫറെൻറ്റ് സ്പീഷീസ്. ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ഇവിടുന്ന് അവിടെ പോയി അവരുമായി ആ പ്രദേശവുമായിട്ട് അഡാപ്റ്റഡ് ആകുകയും അങ്ങനെ പുതിയൊരു അലീലിക് ഫ്രീക്വൻസി അവിടെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അവരൊരു ഡിഫറെൻറ്റ് സ്പീഷീസായിട്ട് പരിണമിക്കും എന്നാണ് പറയുന്നത്. അങ്ങനെ പരിണമിക്കുന്നതിനെ പറയുന്നതാണ് ദ ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ ബിക്കം ഫൗണ്ടേഴ്സ് ആൻഡ് ദ എഫക്റ്റ് ഈസ് കോൾഡ് ഫൗണ്ടർ എഫക്റ്റ്. ഇതൊന്ന് നോക്കി വെച്ചേക്കണം. ജനറ്റിക് ഡ്രിഫ്റ്റ് സമയത്ത് ഒരു പോപ്പുലേഷനിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ പോകുന്ന പോകുന്ന ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഫൗണ്ടേഴ്സ് എന്ന് വിളിക്കുന്നു. അവിടെ പോയി അവർ ആ പുതിയൊരു പോപ്പുലേഷൻ സെറ്റപ്പ് ആക്കുന്നതിനെയാണ് നമ്മൾ ഫൗണ്ടർ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത മ്യൂട്ടേഷൻ നമുക്കറിയാം, സഡൻ ചേഞ്ച് ഇൻ ജീൻസ്, അതിനെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജസ് മ്യൂട്ടേഷൻസ് വെൻ സെലക്റ്റഡ് വിൽ റിസൾട്ട് ഇൻ ഒബ്സർവേഷൻ ഓഫ് ന്യൂ ഫീനോടൈപ്സ് ഓവർ ഫ്യൂ ജനറേഷൻ. ദിസ് വുഡ് റിസൾട്ട് ഇൻ സ്പീസിയേഷൻ. ഇപ്പം നമുക്കറിയാം പലതരം ബാക്ടീരിയകൾ അല്ലേ? ബാക്ടീരിയകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരെ ചെറുക്കാൻ വേണ്ടി നമുക്കൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരുമ്പോൾ നമ്മൾ സാധാരണ ആൻറ്റിബയോട്ടിക്സ് ആണ് കഴിക്കുന്നത് അല്ലേ? ആ ആൻറ്റിബയോട്ടിക്സിനെ നമ്മൾ കഴിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്സ് ചെന്ന് ആ ബാക്ടീരിയകളെയൊക്കെ കൊന്നു നശിപ്പിക്കും. പക്ഷെ ആ ബാക്ടീരിയയുടെ കൂട്ടത്തിൽ ആൻറ്റിബയോട്ടിക്കിനെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ കാണും. ഈ റെഡിൽ സൂചിപ്പിച്ചേക്കുന്നതാണ് ഈ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ. ഈ ആൻറ്റിബയോട്ടിക്കിന് ചേരുന്ന ആയിരിക്കത്തില്ല, അതിനെ ചെറുത്ത് നിൽക്കാൻ കഴിവുള്ള ബാക്ടീരിയകൾ റെയർ ആയിരിക്കും. അപ്പോൾ ബാക്കി ബാക്ടീരിയകളെല്ലാം ചത്തുപോകും, ഈ ചുമപ്പ് മാത്രം അവിടെ റീറ്റെയിൻ ചെയ്യും. പിന്നീട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ബാക്ടീരിയ, അത് റെസിസ്റ്റൻ്റ് ബാക്ടീരിയകൾ അങ്ങ് പെരുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ടൈപ്പിലെ ആൻറ്റിബയോട്ടിക്സ് ചിലപ്പം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയകൾ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മ്യൂട്ടൻ്റ് വെറൈറ്റീസ് ആണ്. കുറച്ചുകൂടെ മ്യൂട്ടേഷൻ സംഭവിച്ചവരായിരിക്കും, അവർക്ക് കുറച്ചുകൂടെ റെസിസ്റ്റൻ്റ് പവർ ഉള്ളവരായിരിക്കും. ഇപ്പോൾ വൈറസിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാം അല്ലേ? വൈറസുകൾ പലതരം മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള വൈറസുകൾ നമ്മളിപ്പോൾ വാക്സിൻ കണ്ടുപിടിച്ചു, കൊറോണ വൈറസിന് വാക്സിൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഇപ്പോഴാണ് പറയുന്നത് വീണ്ടും മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള വൈറസുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച വാക്സിൻ ചിലപ്പോൾ അതിന് പ്രയോജനം ചെയ്യത്തില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഓരോ തവണ ഇത് മ്യൂട്ടേഷൻ സംഭവിക്കുമ്പോൾ ജീനുകളിൽ ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരും എന്നാണ് പറയുന്നത്. അഡ്വാൻറ്റേജസ് മ്യൂട്ടേഷൻസ് വെൻ സെലക്റ്റഡ് വിൽ റിസൾട്ട് ഇൻ ഒബ്സർവേഷൻ ഓഫ് ന്യൂ ഫീനോടൈപ്പ്. പുതിയ ഫീനോടൈപ്പിലുള്ള ജീവികളുണ്ടാകും. ഓവർ ഫ്യൂ ജനറേഷൻസ് ദിസ് വുഡ് റിസൾട്ട് ഇൻ സ്പീസിയേഷൻ. കുറേ നാൾ കഴിയുമ്പോൾ ഈ ജനറേഷൻസ് പുതിയൊരു ജനറേഷനായിട്ട് മാറും, അല്ലെ പുതിയൊരു സ്പീഷീസായിട്ട് മാറും. സ്പീസിയേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ സ്പീഷീസ് ഉണ്ടാവുന്നതിലേക്ക് ലീഡ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ മ്യൂട്ടേഷൻ കൊണ്ടും ജീനുകളിൽ ചേഞ്ചസ് ഉണ്ടാകാം,
ആ ചേഞ്ചസ് എന്തുണ്ടാക്കാം എന്നാണ് പറയുന്നത്? ജീവികളിൽ മാറ്റമുണ്ടാക്കാം അല്ലേ? അപ്പം മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ് എവല്യൂഷൻ നടക്കുന്നതെന്ന് നമ്മൾ പറയുന്നത്. അടുത്ത് ജനറ്റിക് റീകോമ്പിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയ. ജനറ്റിക് റീകോമ്പിനേഷൻ നമുക്കറിയാം, മിയോസിസ് സമയത്ത് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാറുണ്ട് അല്ലേ? മെറ്റേണൽ ക്രോമസോമും പെറ്റേണൽ ക്രോമസോമും, അച്ഛൻ്റെയും അമ്മയുടെയും ക്രോമസോമുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ക്രോസിംഗ് ഓവർ നടക്കും. അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോമസോമുകളുടെ പാർട്ടുകളെ കൈമാറ്റം ചെയ്യും. അപ്പോൾ അങ്ങനെ കൈമാറ്റം ചെയ്യുമ്പോൾ അതിലുള്ള ജീനുകളും കൈമാറും അല്ലേ? അപ്പോൾ ഒരു പല തരത്തിലുള്ള കോമ്പിനേഷൻസിലുള്ള ക്രോമസോംസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസിംഗ് ഓവർ നടന്ന ടൈപ്പ് ക്രോമസോമുകളെ നമ്മൾ റീകോമ്പിനേഷൻഡ് വെറൈറ്റീസ് എന്ന് പറയും അല്ലേ? അപ്പോൾ നമുക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ഗുണങ്ങൾ കിട്ടാറില്ലേ? അച്ഛൻ്റെ ക്യാരക്ടേഴ്സും കിട്ടും, അമ്മയുടെ ക്യാരക്ടേഴ്സും കിട്ടും യങ് വൺസിൽ. അതാണ് റീഷഫ്ലിംഗ് ഓഫ് ജീൻ കോമ്പിനേഷൻ ഡ്യൂറിങ് ക്രോസിംഗ് ഓവർ റിസൾട്ട് ഇൻ ജനറ്റിക് വേരിയേഷൻ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഉള്ള ക്യാരക്ടേഴ്സ് കൂടാതെ നമുക്കറിയാം നമുക്കായിട്ടുള്ള പ്രത്യേകതരം ക്യാരക്ടേഴ്സും നമുക്ക് ഉണ്ടാവാറുണ്ട് അല്ലേ? പുതിയ തരം വെറൈറ്റി ക്യാരക്ടേഴ്സും ഉണ്ടാവാറുണ്ട്. അതൊക്കെ എന്തുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്? ജനിതക റീകോമ്പിനേഷൻ നടക്കുന്നത് കൊണ്ടാണ്. ഇല്ലായിരുന്നേ നമ്മൾ ആരുടെ പോലെ തന്നെ ഇരുന്നേനെ, അച്ഛൻ്റെ അമ്മയുടെ അതേ സ്വഭാവത്തിൽ തന്നെ നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സും വന്നേനെ. ഒരിക്കലും അങ്ങനെ വരുന്നില്ലല്ലോ, വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആ വ്യത്യാസങ്ങളുടെ കാരണം എന്ന് പറയുന്നത് ജനറ്റിക് റീകോമ്പിനേഷനാണ്. അപ്പം ജനറ്റിക് റീകോമ്പിനേഷൻ എന്തിലേക്ക് ലീഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്? ജീനുകളുടെ ഫ്രീക്വൻസിയിൽ വ്യത്യാസങ്ങൾ വരാം അല്ലേ? വേരിയേഷൻസ് വരാം. അതിനെയാണ് ജനിതക വേരിയേഷനുകൾ എന്ന് നമ്മൾ പറയും. പിന്നെ ഒരെണ്ണം നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ഇൻഹെറിറ്റബിൾ വേരിയേഷൻസ് enabling better survival are enabled to reproduce and leave greater number of progenies അല്ലേ? പ്രകൃതി സെലക്ട് ചെയ്യാണ്. പ്രകൃതി ആര് ആണ് ബെറ്റർ അല്ലേ, ആർക്കാണ് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്, അവർ മാത്രം സർവൈവ് ചെയ്ത് വരികയും ദേ ആർ എനേബിൾ ടു റീപ്രൊഡ്യൂസ്, അവർ റീപ്രൊഡ്യൂസ് ചെയ്യുകയും അവർക്ക് ഗ്രേറ്റർ നമ്പർ ഓഫ് പ്രോജനി ഉണ്ടാവുകയും ചെയ്യും അല്ലേ? പ്രകൃതി ആർക്കാണോ അനുയോജ്യം അവർ കൂടുതൽ എന്താകും? സർവൈവ് ചെയ്യും. അങ്ങനെ സർവൈവ് ചെയ്യുന്ന ആളുകൾ കൂടുതൽ റീപ്രൊഡ്യൂസ് ചെയ്യും, അവരുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. വേരിയേഷൻസ് ഡ്യൂ ടു മ്യൂട്ടേഷൻസ് ഓർ വേരിയേഷൻസ് ഡ്യൂ ടു റീകോമ്പിനേഷൻ ഡ്യൂറിങ് ഗമറ്റോജെനിസിസ് ഓർ ഡ്യൂ ടു ദ ജീൻ ഫ്ലോ ഓർ genetic drift result in the changed frequency of gene and alleles in a future generation. അപ്പം ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം തന്നെ മ്യൂട്ടേഷൻ ആയാലും റീകോമ്പിനേഷൻ ആയാലും ജീൻ ഫ്ലോ ആയാലും ജനറ്റിക് ഡ്രിഫ്റ്റ് ആയാലും എല്ലാം തന്നെ എന്തിലേക്ക് ലീഡ് ചെയ്യുമെന്നാണ് പറഞ്ഞത്? റിസൾട്ട് ഇൻ ചേഞ്ച്ഡ് ഫ്രീക്വൻസി ഓഫ് ജീൻ, ജീനുകളിലെ വ്യത്യാസം അല്ലേ? എത്രത്തോളം അത് പ്രകടിപ്പിക്കും അല്ലെ, എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ അത് വേരി ചെയ്യും. അങ്ങനെ വേരി ചെയ്യുന്നത് ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ് എവല്യൂഷൻ നടക്കുന്നത് അല്ലേ? നാച്ചുറൽ സെലക്ഷൻ മേക്സ് ഇറ്റ് ലുക്ക് ലൈക്ക് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ. പ്രകൃതിയാണ് ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് അല്ലേ? നമ്മളിപ്പം ഇൻഡസ്ട്രിയൽ മെലാനിസത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ ടൈപ്പ് മോത്തുകൾ ഡെവലപ്പ് ചെയ്യുന്നത് പ്രകൃതിയിലുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ടാണ്. അതാണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കും പരീക്ഷയ്ക്ക്. വാട്ട് ഈസ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹാർഡി? അപ്പോൾ ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം എന്താണെന്നുള്ളത് ആ ഡെഫിനേഷൻ പഠിക്കുക. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ അലീലിക് ഫ്രീക്വൻസി ഇൻ എ പോപ്പുലേഷൻ ആർ സ്റ്റേബിൾ ആൻഡ് കോൺസ്റ്റൻറ്റ് ഫ്രം ജനറേഷൻ ടു ജനറേഷൻ. ആൻഡ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം ഈസ് ജീൻ മൈഗ്രേഷൻ, genetic drift, mutation, recombination and natural selection. ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും വാട്ട് ഈസ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം എന്നും വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വീൻബർഗ് ഇക്വിലിബ്രിയം എന്നും മാത്രമേ നമ്മളോട് ചോദിക്കാറുള്ളൂ. അത് മാത്രം പഠിച്ചാലും മതി, നമ്മുടെ ഫോക്കസ് ഏരിയയിലുള്ള ഭാഗമാണ് അത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. മനുഷ്യൻ്റെ എവല്യൂഷനെ കുറിച്ചാണ്. മനുഷ്യന് നമുക്കറിയാം മാമൽസിലെ ഏറ്റവും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആളുകളാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അവർക്ക് ബോഡി ഹെയർസ് കുറവാണ്, കാലും കൈയും നമുക്കറിയാം. ഓരോ കാലഘട്ടത്തിലുണ്ടായ മനുഷ്യൻ, ആദിമ മനുഷ്യനിൽ നിന്ന് ഇന്ന് കാണപ്പെടുന്ന മനുഷ്യനിലേക്കുള്ള ആ ഒരു പരിണാമം നമ്മൾ പഠിച്ചത് പലതരത്തിലെ ഫോസിലുകൾ നമ്മൾക്ക് പല ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ? അതിനനുസരിച്ചാണ് നമ്മൾ
എങ്ങനെയാണ് മനുഷ്യനുണ്ടായേ, എവിടെ നിന്നാണ്, ഏത് തരം ജീവിയിൽ നിന്നാണ് മനുഷ്യനുണ്ടായെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സീക്വൻസ് ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ, മനുഷ്യനുണ്ടായ ഇപ്പോൾ ഉള്ള മനുഷ്യനെയാണ് നമ്മൾ ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്നത്. ആദ്യമായിട്ടുണ്ടായ മനുഷ്യനാണ് ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, പിന്നീട് ഓസ്ട്രലോപിത്തിക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, നിയാൻഡർത്തൽ മാൻ ആൻഡ് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇത് ഓർഡറിൽ നമ്മൾ ഇതേപോലെ തന്നെ പഠിച്ചു വെച്ചേക്കുക. ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, ആസ്ട്രലോപിത്തിക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, നിയാൻഡർത്തൽ മാൻ ആൻഡ് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇതേ സീക്വൻസിൽ തന്നെ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് ഇത് ഓർഡറിൽ എഴുതാനും നമ്മളോട് ചോദിക്കും, അല്ലെങ്കിൽ ഇടയ്ക്ക് ഫില്ലപ്പ് ചെയ്യാനായാലും ചോദിച്ചിരിക്കും. അപ്പോൾ ഓരോന്നിനെയായിട്ട് നമുക്ക് അവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ഡ്രയോപിത്തിക്കസ് ആൻഡ് രാമാപിത്തിക്കസ്. അബൌട്ട് 15 million years ago, primates, MYA എന്ന് പറയുന്നത് million years ago എന്നാണ്, primates called Dryopithecus and Ramapithecus were existing. അവർ ഏത് കാലഘട്ടത്തിലായിരുന്നു? 15 മില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഇവർ കാണപ്പെട്ടിരുന്നത്. അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ വെയർ ഹെയറി, അവരുടെ ശരീരത്തിലെല്ലാം ഹെയർസ് ഉണ്ടായിരുന്നു. വാക്ക്ഡ് ലൈക്ക് ഗൊറില്ല ആൻഡ് ചിമ്പാൻസി, ചിമ്പാൻസിയെ പോലെയും ഗൊറില്ലയെ പോലെയും ആയിരുന്നു ഇവർ നടന്നിരുന്നത്. രാമാപിത്തിക്കസ് വെയർ മോർ മാൻ ലൈക്ക്. ഇപ്പം രാമാപിത്തിക്കസ് കുറച്ചുകൂടി മനുഷ്യരൂപമായിട്ട് സാമ്യം ഉണ്ടായിരുന്നു. വൈൽ ഡ്രയോപിത്തിക്കസ് വാസ് മോർ ഏപ്പ് ലൈക്ക്, ആൾക്കുരങ്ങുകളുടെ രൂപമായിരുന്നു ഡ്രയോപിത്തിക്കസിനുള്ളത്. ഏപ്പ് ലൈക്ക് ആയിരുന്നു കൂടുതലും ഡ്രയോപിത്തിക്കസ് എങ്കിൽ രാമാപിത്തിക്കസ് മാൻ ലൈക്ക് ആയിരുന്നു. മറ്റൊരു ഒരു കമ്പാരിസൺ സ്റ്റഡിയാണ് നമ്മൾ പറയുന്നത്. എ കമ്പാരിസൺ ഓഫ് സ്കൾ ഓഫ് അഡൽട്ട് മോഡേൺ ഹ്യൂമൻ ബീയിങ്, ബേബി ചിമ്പാൻസി ആൻഡ് അഡൽട്ട് ചിമ്പാൻസി. നമ്മളിവിടെ 3 ആളുകളുടെ തലയോട്ടികൾ കൊടുത്തേക്കാണ് അല്ലേ. മോഡേൺ മനുഷ്യൻ്റെ തലയോട്ടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഒരു ബേബി ചിമ്പാൻസിയുടെ തലയോട്ടിയാണ്, പിന്നെ ഒരു അഡൽട്ട് ചിമ്പാൻസിയുടെ തലയാണ്. അപ്പോൾ ഇതിൽ മോഡേൺ മാനുമായിട്ട് കൂടുതൽ സാമ്യം കാണിക്കുന്നത് ബേബി ചിമ്പാൻസിയുടെ തലയോട്ടിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ എംബ്രിയോണിക് സ്റ്റേജിൽ നമ്മുടെ പൂർവികരുടെ അതേ ക്യാരക്ടേഴ്സ് വീണ്ടും ആവർത്തിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അത് ആണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ പൂർവികരുമായിട്ട് സാമ്യത എംബ്രിയോണിക് സ്റ്റേജിൽ, എംബ്രിയോണിക് എവിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കത് ഈ വർഷം പഠിക്കാനില്ല എങ്കിലും ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ദ സ്കൾ ഓഫ് ബേബി ചിമ്പാൻസി ഈസ് മോർ ലൈക്ക് അഡൽട്ട് ഹ്യൂമൻ സ്കൾ ദാൻ ദ അഡൽട്ട് ചിമ്പാൻസി സ്കൾ. അഡൽട്ട് ചിമ്പാൻസി സ്കളാണിത്. ഇതിനേക്കാട്ടിൽ കൂടുതൽ സാമ്യം ഈ രണ്ടെണ്ണത്തിനാണ് അല്ലേ. മോഡേൺ മാൻ ആർക്കാണ് കൂടുതൽ സിമിലാരിറ്റി കാണിക്കുന്നത്? ബേബി ചിമ്പാൻസിയുടെ തലയോട്ടിക്കാണ് കാണിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഇവരിൽ നിന്നാണ് ഉണ്ടായതെന്നുള്ളത് കാണിക്കാനുള്ള ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞേക്കുന്നതേ ഉള്ളൂ. Few fossils of man-like bones have been discovered in Ethiopia and Tanzania. These revealed hominid features leading to the belief that about 3 to 4 million years ago, man-like primates walked in eastern Africa. They were probably not taller than 4 feet but walked upright. Few fossils of man-like bones. അല്ലേ, മനുഷ്യനെ പോലുള്ള ഫോസിലുകളുടെ എല്ലുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്യോപ്യ, താൻസാനിയ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കിട്ടും. ഇതെല്ലാം നമ്മൾ റിവീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ മനുഷ്യൻ്റെ രൂപമുള്ള ഫീച്ചേഴ്സ് ഉള്ള ജീവികൾ 3 തൊട്ട് 4 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് മാൻ ലൈക്ക് പ്രൈമേറ്റുകൾ ജീവിച്ചിരുന്നു. വാക്ക്ഡ് ഇൻ ഈസ്റ്റേൺ ആഫ്രിക്ക. അവിടെയൊക്കെ അതിൻ്റെ അവശിഷ്ടങ്ങളും അവരുടെ ഫോസിൽസും ഒക്കെ കിട്ടിയെന്നാണ് പറയുന്നത്. ദേ വെയർ പ്രോബബ്ലി നോട്ട് ടോളർ ദാൻ 4 feet ബട്ട് വാക്ക്ഡ് അപ്രൈറ്റ്. അവർ നമ്മുടെ പോലെ അല്ല, 4 അടി പൊക്കം മാത്രമേ ഉള്ളൂ, പക്ഷേ അപ്രൈറ്റായിട്ട് നടന്നിരുന്നു. 4 കാലിൽ എല്ലാവരും നടന്ന് ഇതേപോലെ 2 കാലിൽ നടക്കുന്ന ആളുകളായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് ഓസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്ന ആളുകൾ. lived before 2 million years in East Africa grassland, ആഫ്രിക്കൻ ഗ്രാസ്ലാൻഡ്. 2 മില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള ആളുകളായിരുന്നു ഓസ്ട്രലോപിത്തിക്കസ് എന്ന് പറയുന്നത്. ദേ ഏറ്റ് ഫ്രൂട്ട്സ് ആൻഡ് ഹണ്ടഡ് വിത്ത് സ്റ്റോൺ വെപ്പൺസ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ പഴങ്ങളൊക്കെ മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു. അതുപോലെ തന്നെ അവർ വെപ്പൺസായിട്ട് സ്റ്റോൺ വെപ്പൺസ്, അവർ വേട്ടയാടാൻ വേണ്ടി
അവർ കൂടുതലും എന്തുപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞ് കല്ലുകൊണ്ടുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അവരാണ് ഓസ്ട്രലോപിത്തിക്കസ്. ചിലപ്പോൾ നിങ്ങളോട് അങ്ങനെ ചോദിക്കാം, ഫ്രൂട്ട്സ് കഴിക്കുകയും സ്റ്റോൺ വെപ്പൺസ് ഉപയോഗിച്ച ആൾക്കാർ ആര് എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഓസ്ട്രലോപിത്തിക്കസ് എന്ന് പറയാം. നെക്സ്റ്റ് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. ഫോസിൽസ് ഡിസ്കവേർഡ് ഇൻ ജാവ ഇൻ 1891 ജർമ്മനിയിലുള്ള ജാവ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഇവരുടെ ഫോസിൽ കിട്ടിയത്. അതായത് ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്ന അബൌട്ട് 1.5 മില്യൺ ഇയേഴ്സ് എഗോ, അതായത് 1.5 മില്യൺ വർഷം മുമ്പായിരുന്നു ഇവർ ജീവിച്ചിരുന്നതെന്നാണ് കരുതപ്പെടുന്നത്. ലാർജ് ബ്രെയിൻ അബൌട്ട് അറൗണ്ട് 900 cc. അവർ ഏകദേശം മാൻ ലൈക്ക് ആയി തുടങ്ങിയപ്പോഴേക്കും അല്ലേ, മോഡേൺ മാനിൻ്റെ ഒരു ലുക്ക് ആയി തുടങ്ങി. അപ്പോൾ അവർക്കുടെ ബ്രെയിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് 900 cc ആണ്. ഹോമോ ഇറക്റ്റസ് പ്രോബബ്ലി ഏറ്റ് മീറ്റ്. അവർ കൂടുതലും മാംസമായിരുന്നു ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ആൾക്കാരാണ് നിയാൻഡ്രത്തൽ മാൻ. നിയാൻഡ്രത്തൽ മാൻ എന്ന് പറഞ്ഞാൽ ഏകദേശം കണ്ടോ, നമ്മളെ മനുഷ്യരെ മോഡേൺ മാനിനെ പോലെ തന്നെ ആയിക്കഴിഞ്ഞിരുന്നു. ബ്രെയിൻ സൈസ് ഓഫ് 1400 cc. കുറച്ചുകൂടി ബ്രെയിൻ കപ്പാസിറ്റിയും ബുദ്ധിയും ഒക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് നിയാൻഡ്രത്തൽ മാൻ. ലിവ്ഡ് ഇൻ നിയർ ഈസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യ. ഏഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലും മധ്യഭാഗങ്ങളിലും ഒക്കെ കണ്ടിരുന്ന ആൾക്കാരാണ് ഇവർ. ബിറ്റ്വീൻ 1 lakh to 40,000 ഇയേഴ്സ് ബാക്ക്, 1,00,000 വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപെടുന്ന ആളുകളായിരുന്നു നിയാൻഡ്രത്തൽ മാൻ. ദേ യൂസ്ഡ് ഹൈറ്റ്സ് ടു പ്രൊട്ടക്ട് ദർ ബോഡി, ബറീഡ് ദർ ഡെഡ്സ്. ഈ ആൾക്കാർ ഇന്നത്തെ മനുഷ്യരെ പോലെ തന്നെ അവരുടെ ശരീരം മറയ്ക്കാനും അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വഭാവങ്ങൾ, അവരുടെ പ്രൊട്ടക്ട് ദർ ബോഡി ആൻഡ് ബറീഡ് ദർ ഡെഡ്സ്. അവരുടെ ആരെങ്കിലും മരിച്ചാൽ, അവരുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും മരിച്ചാൽ അവർ കുഴിയെടുത്ത് അതിൽ മൂടുകയോ അല്ലെ മറവ് ചെയ്യുകയോ അല്ലെ കേവ്സിലോ അങ്ങനെയുള്ളിടത്തൊക്കെ കൊണ്ടുവന്ന് മറച്ചിടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് ഇവരുടെ ഒരു പ്രത്യേകത. അതും ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം. ദേ പ്രൊട്ടക്ട് ദർ ബോഡി, ദേ യൂസ്ഡ് ഹൈറ്റ്സ് ടു പ്രൊട്ടക്ട് ദർ ബോഡി. അവരുടെ ശരീരം സൂക്ഷിക്കാൻ അവർ എന്ത് ചെയ്യുന്നു, കേവുകളിലൊക്കെ ജീവിക്കാൻ തുടങ്ങി. പിന്നെ അവരുടെ ഡെഡുകൾ അല്ലെ മരിച്ച ആളുകൾക്ക് ഉണ്ടെങ്കിൽ അവരെ കുഴിച്ചിടാനും ഒക്കെ ഉള്ള ഒരു പ്രവണത കാണിച്ച ആൾക്കാരാണ് നിയാൻഡ്രത്തൽ മാൻ. പിന്നീടാണ് മോഡേൺ മാൻ വരുന്നത്. ഹോമോസാപ്പിയൻസ് അറൗസ് ഇൻ ആഫ്രിക്ക ആൻഡ് മൂവ്ഡ് അക്രോസ് ദ കോണ്ടിനെന്റ് ആൻഡ് ഡെവലപ്ഡ് ഇൻ ടു ഡിസ്റ്റിങ്ക്ട് റേസ്. ആദ്യമായിട്ട് ഹോമോസാപ്പിയൻസ് ഉണ്ടായത് ആഫ്രിക്കയിലാണ്. ആഫ്രിക്കയിൽ നിന്ന് അവർ പല കോണ്ടിനെന്റിലേക്ക് അല്ലെ, ഭൂഖണ്ഡങ്ങളിലേക്ക് ട്രാവൽ ചെയ്ത് അങ്ങനെ പല റേസുകൾ പല സ്ഥലങ്ങളിൽ എത്തിപ്പെടുകയും അവർ പലതരം വംശങ്ങളായിട്ട് മാറുകയും ചെയ്തു. മനുഷ്യർ തന്നെ പല പല നീഗ്രോസ് ഉണ്ട്, ആൽബിനോസ് ഉണ്ട്, അങ്ങനെ ഇന്ത്യൻസ് ഉണ്ട് അല്ലേ, അങ്ങനെ റെഡ് ഇന്ത്യൻസ്, അങ്ങനെ ഓരോ കോണ്ടിനെന്റിൽ ചെന്ന് പെട്ട് അവർ ഓരോ ടൈപ്പിലെ ആളുകളായിട്ട് മാറി. ഡ്യൂറിങ് ഐസ് ഏജ് ബിറ്റ്വീൻ 75,000 and 10,000 years ago മോഡേൺ ഹോമോസാപ്പിയൻസ് അറൗസ്. ഇന്ന് കാണപ്പെടുന്ന ആൾക്കാർ ശരിക്കും ഉണ്ടായി തുടങ്ങിയത് 75,000 തൊട്ട് 10,000 വർഷങ്ങൾക്കിടയിലാണ് അവരുണ്ടായത്, മോഡേൺ ഹോമോസാപ്പിയൻസ്. പ്രീ ഹിസ്റ്റോറിക് കേവ് ആർട്ട് ഡെവലപ്ഡ് അബൌട്ട് 18,000 years ago. നമുക്കറിയാം മോഡേൺ മനുഷ്യൻ്റെ ആദ്യകാലത്തുള്ള ആൾക്കാരൊക്കെ കേവ് ആർട്ടിലൊക്കെ നല്ല ഡെവലപ്ഡ് ആയിരുന്നു. അവർ താമസിച്ചിരുന്ന ഗുഹകളിലൊക്കെ അവർ പടം വരയ്ക്കുകയും ഒക്കെ കേവ് ആർട്ടുകളൊക്കെ നമുക്കിപ്പോഴും കാണാൻ കഴിയും അല്ലേ, അജന്ത കേവുകൾ ഒക്കെ, അങ്ങനെയുള്ള കേവുകളിലൊക്കെ നമുക്ക് കാണാം. ഹോമോസാപ്പിയൻസിൽ പിന്നീടാണ് ഈ ആളുകൾ കൃഷിയൊക്കെ ചെയ്യാൻ തുടങ്ങി. അഗ്രികൾച്ചർ കെയിം അറൗണ്ട് 10,000 years ബാക്ക് ആൻഡ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് സ്റ്റാർട്ടഡ്. അവിടെ ഇവിടെ അവർ കൃഷി നടത്താനും പുഴയോരങ്ങളിലൊക്കെ അവർ വീട് വെക്കാനും ഒക്കെ തുടങ്ങി. അങ്ങനെയാണ് മോഡേൺ മാന് ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡറിൽ നമ്മൾ ആ സീക്വൻസുകൾ അതേ ഓർഡറിൽ പഠിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഓർഡറിൽ എഴുതാനായിരിക്കും പലപ്പോഴും ചോദിക്കുന്നത്, അതും പഠിക്കുക. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് ഓരോന്നും, അവരുടെ ഫ്രൂട്ട്സ് കഴിക്കുന്നവരാരാണ്, അല്ലെ സ്റ്റോൺ വെപ്പൺസ് ഉപയോഗിക്കുന്ന ആൾക്കാരാരാണ്, അല്ലെ അവരുടെ ഡെഡ് ബോഡീസൊക്കെ മറവ് ചെയ്യുന്ന ആൾക്കാരാരാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു ഭാഗത്തുനിന്ന് വരാറുള്ളൂ. അപ്പോൾ ഈ സീക്വൻസുകൾ ഒന്നുകൂടെ ഓർത്തിരിക്കുക. ഡ്രയോപിത്തിക്കസ്, രാമാപിത്തിക്കസ്, ഓസ്ട്രലോപിത്തിക്കസ്, ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, നിയാൻഡ്രത്തൽ മാൻ ആൻഡ് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമ്മൾ എവല്യൂഷനിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഫോക്കസ് ഏരിയയുടെ ഭാഗങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയും ഭാഗങ്ങൾ നോട്ടും എഴുതി എല്ലാവരും പഠിച്ചിരിക്കണം.